മരണം 90 കടന്നൊരു സാഹചര്യമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലുണ്ടായിരിക്കുന്നത്. 100-ലധികം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ചവരിൽ പലരെയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നത് വേദനാജനകമായ കാര്യമാണ്. 200-അംഗ സൈനിക സംഘവും ഏഴിമല നാവികസേനാ സംഘവും സ്ഥലത്തെത്തി സാധ്യമായതെല്ലാം ജനങ്ങളടക്കം പ്രദേശവാസികൾ അടക്കമുള്ളവർ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ട്. രക്ഷാപ്രവർത്തനം നിലവിൽ പുരോഗമിക്കുകയാണ്. ഇതിൽ ഒരു താൽക്കാലിക പാലം നിർമ്മിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മുണ്ടക്കൈ ഭാഗത്ത് ഒറ്റപ്പെട്ടു പോയവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ, അവരെ രക്ഷപ്പെടുത്താനുള്ള പ്രവൃത്തികൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മേഘ്ന മുരളി ചേരുന്നു. മേഘ്ന, തുടരാം. ഇപ്പോൾ പ്രദേശത്ത് നിന്ന് ലഭ്യമാകുന്നത് ഈ ചൂരൽമല ദുരന്തം ഏറ്റവും ആഘാതം സൃഷ്ടിച്ചിട്ടുള്ള ചൂരൽമല ഭാഗത്ത് ഇപ്പോൾ നേവിയുടെ ഹെലികോപ്റ്റർ എത്തിയിട്ടുണ്ട്. അധികം സമയമായി ഈ ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ള നിരീക്ഷണത്തിലായിരുന്നു. ശേഷം ഈ പുഴയുടെ ഭാഗത്തായി ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുകയും ഇതിൽ നിന്ന് ഇവിടെ അകപ്പെട്ടിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുള്ള ആൾക്കാരെ ഈ ഹെലികോപ്റ്റർ മാർഗം മറ്റ് സ്ഥലങ്ങളിലേക്കും ആശുപത്രിയിലേക്കും എത്തിക്കാനുള്ള സൗകര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ സംവിധാനമാണ് ഈ മേഖലയിൽ ഇപ്പോൾ പൂർത്തിയാകുന്നത്. അതായത് ഈ ഹെലികോപ്റ്റർ വഴി ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്നടക്കം വടം ഉപയോഗിച്ച് ചൂരൽമലയിൽ എത്തിച്ച പരിക്കു പറ്റിയവരെ ഈ ഹെലികോപ്റ്ററിലേക്ക് കയറ്റുകയാണ്. അതിൽ നാവികസേനയും കരസേനയും അടക്കമുള്ളവർ ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇവർക്ക് എത്രയും വേഗം തന്നെ ഇവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ ആശുപത്രികളിലോ എത്തിച്ചുകൊണ്ട് ഇവർക്ക് അടിയന്തര സഹായം, അത് മരുന്നും വസ്ത്രവും ഭക്ഷണവും അടക്കമുള്ള അടിയന്തര സഹായം നൽകുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സേന ലക്ഷ്യം വയ്ക്കുന്നത്. അതിൽ പ്രധാനമായും ഇപ്പോൾ ഒരു ഹെലികോപ്റ്ററാണ് ഇപ്പോൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. മുന്നേ തന്നെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. ശേഷം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, കാലാവസ്ഥ അനുകൂലമൊക്കെ ആയതിനു ശേഷമാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ ഈ പ്രദേശത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ നിന്ന് പരിക്കേറ്റവരെ, അതായത് നേരത്തെ പാലം തകർന്നതുകൊണ്ട് തന്നെ മുണ്ടക്കൈ മേഖലയിലേക്ക് ഈ രക്ഷാസൈന്യത്തിന് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. ശേഷം ഒരു വടം ഉപയോഗിച്ചുകൊണ്ട് പുഴ വഴി ഈ പുഴയിൽ വടം ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ എടുത്തുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെ നിന്ന് ഈ ഹെലികോപ്റ്ററിലേക്ക് പരിക്കേറ്റവരെ അടക്കം കയറ്റിക്കൊണ്ട് ആശുപത്രികളിലേക്കും മറ്റും എത്തിക്കുന്ന ഒരു നടപടിക്രമങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ പ്രധാനമായും ഈ സൈന്യം ലക്ഷ്യം വയ്ക്കുന്നത് ഇരുട്ടുന്നതിന് മുന്നേ, സമയം ഇപ്പോൾ 6 മണിയോടടുക്കുന്നു, 6 മണി കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇരുട്ടുന്നതിന് മുന്നേ തന്നെ എത്രയും വേഗം ഈ ഒരു രക്ഷാപ്രവർത്തനം, കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ പരിക്കേറ്റവർക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് രാത്രിയിലടക്കം രക്ഷാപ്രവർത്തനം നീളുന്നത് പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ദുഷ്കരമാകുമെന്ന് മുഖ്യമന്ത്രി അടക്കം നേരത്തെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഈ പ്രദേശത്തുണ്ട്. അതിനാൽ എത്രയും വേഗം 1 മണിക്കൂറിൽ തന്നെ, ഇരുട്ടുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് ആർമിയും നേവിയും NDRFും പ്രദേശത്തെ വിവിധ സന്നദ്ധ സംഘടനകൾ അടക്കമുള്ളവർ ചേർന്നുകൊണ്ട് നടത്തുന്നത്. അതിനുള്ള ഒരു അവസാനത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഈ ഹെലികോപ്റ്റർ എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്, രക്ഷാപ്രവർത്തനമാണ്. കൂടാതെ മുണ്ടക്കൈ ഭാഗത്തേക്കും ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു സാധ്യത തേടുന്നുണ്ട്. അവിടെ കടുത്ത മൂടൽ മഞ്ഞാണ്, അതിനുള്ളൊരു സാധ്യത ഇപ്പോൾ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അവിടെ നിന്ന് അടക്കം എയർലിഫ്റ്റ് ചെയ്യാനുള്ള, മുണ്ടക്കൈ ഭാഗത്ത് 250 അടക്കം അധികം ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.